ക്യാമ്പ് സൈറ്റിലെത്തി. ഇനി ടെൻ്റ് അടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. അത് തിരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഞാൻ. തിരഞ്ഞെടുക്കാൻ അധികം സ്ഥലമൊന്നുമില്ല, വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ ഇവിടെ. ശരിക്കും അത് അവിടെ നല്ലൊരു സ്ഥലമുണ്ട് ടെൻ്റ് അടിക്കാനുള്ള. കണ്ടില്ലേ, ഒരു ഷട്ടിലൊക്കെ കളിക്കുന്ന പോലെ നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കണ്ടോ, വെയിലടിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്നാണ് നമ്മളെ പ്ലാന്. ഇപ്പോൾ അവിടെ ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എൻ്റെ ടെൻറ്റൊക്കെ കൂടി തന്തൂരി അടുപ്പ് പോലെ ആയിപ്പോവും. സോ ഞാൻ തണലുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ആക്ച്വലി ഒരു പേരക്ക മരം, അതിൻ്റെ താഴെ കുറച്ച് തണലുണ്ട്. അതുകൊണ്ട് അവിടെ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാണ്ട് കിടന്നുറങ്ങാം. അങ്ങനെ ടെൻറ്റ് സെറ്റായി. ശരിക്കും ഇത് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഇത് എന്താ പറയുക അടിച്ചുറപ്പിക്കേണ്ടത്. പക്ഷേ ഈ പ്രതലം ഉണ്ടല്ലോ നല്ല പാറ പോലെ ഉറച്ച് കിടക്കുക. ഇതൊക്കെ അടിച്ച് താഴേക്ക് ഇറക്കണമെങ്കിൽ ഞാൻ വല്ല ചുറ്റികയൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. സോ തൽക്കാലത്തിനൊരു കല്ല് വെച്ചിട്ട് കയറ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. വലിയ കാറ്റൊന്നും അടിക്കില്ലായിരിക്കും. സോ എല്ലാം ബാഗ്, വാട്ടർ, ക്യാമറ ബാഗ് എല്ലാം സെറ്റായി. നല്ല വെയിലാണ്, വേർക്കുന്നു. അപ്പോൾ സമയം 12 മണിയായിട്ടുള്ളൂ, ഉച്ച. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് വന്നുള്ളത് രാത്രി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. അത് ഒരു ബർഗർ ടൈപ്പ് സാധനമാണ്, ഒരു ഡിന്നറിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിലാണ് ഒരുപാടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോട്ടോ എടുക്കാൻ വന്നതാണോ അതോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണോ. 2 ഗ്രീൻ ആപ്പിൾ, ഇതിൽ 3 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ തിന്നു തീർത്തു. ഇത് ബർഗറിന് വേണ്ടിയിട്ടുള്ള മയണൈസ്, വെജ് മയണൈസ്. ഇത് അമൂലിൻ്റെ മിൽക്ക്. ഇത് നാളെ രാവിലത്തേക്കുള്ള ബിസ്ക്കറ്റ്. നമ്മളെ ഡയറി മിൽക്ക്, ഇതൊക്കെ ഒന്ന് വൈകുന്നേരം കഴിക്കാനുള്ളതാണ്. പിന്നെ എഗെയിൻ ചോക്ലേറ്റ്സ്. ഓക്കെ, ഇതൊക്കെ ഏതാണോ അതൊന്നും ഞാൻ സ്വതവേ എനിക്ക് ചോക്ലേറ്റ്സ് ഒന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. ഓക്കെ, കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട്. ഇത് ഞാൻ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന്, നമ്മൾ പറഞ്ഞില്ലേ സുബ്രഹ്മണ്യപുരം, അതിൻ്റെ അടുത്തുനിന്ന് ലഞ്ച് പാർസൽ വാങ്ങിയായിരുന്നു. പുലാവ്. ഇതിനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം, സമയമായിട്ട്. സോ ഇത്രയും സംഭവങ്ങൾ നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഞാൻ കഴിച്ച് തീർക്കും. ഈ തണലത്ത് ടെൻ്റ് അടിച്ചത് എന്തായാലും നന്നായി. ഇപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ തന്തൂരി അടുപ്പാവും ടെൻറ്റ്. സോ ഇപ്പോൾ സമയം 12 മണി ആയിട്ടുള്ളൂ. നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ ട്രെയിൽ, ഒരു മിൽക്കി വേ, ഇത് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഇനി ഒരുപാട് സമയമുണ്ട്. സോ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കുറച്ച് നേരം കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ടെൻ്റ് അടിച്ചിട്ടുള്ള ഈ പ്രതലമല്ലേ, അത് ഭയങ്കര അണീവണാണ്, മുഴച്ച് നിൽക്കും. അവിടെ ഇവിടെയൊക്കെ കല്ലുണ്ടാവും. അപ്പോൾ നമ്മളെ ശരീരത്തിൽ കുത്തി കഴിഞ്ഞ് വേദന എടുത്തിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗ് അങ്ങ് വിരിച്ചിട്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബെഡ് പോലെ ആവും. പിന്നെ രാത്രി നല്ല തണുപ്പുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും കയറി കിടക്കാം. സോ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. വെയിറ്റും വളരെ കുറവാണ്. അപ്പോൾ വൈകുന്നേരമായിട്ട് നമ്മൾ ഒന്ന് പോയി നോക്കും. സൺസെറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി മാത്രമേ നമ്മൾ ഫോട്ടോ എടുക്കുന്നുള്ളൂ. സ്റ്റാർട്ടറിൽ ഞാൻ അതിൻ്റെ കോമ്പോസിഷനൊക്കെ വരുമ്പോൾ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ട്രക്കിങ്ങിനൊന്നും പോകുന്നില്ല, അതായത് മുകളിലേക്ക് പോകുന്നില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ മൊബൈലിലുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെന്നോട് കാശ് വാങ്ങിയിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ കാശ് കൊടുക്കണം, 300 രൂപ കൊടുക്കണം. സോ അവർ 300 രൂപ ലാഭമായി.
അപ്പോൾ ഞാൻ മിൽക്കി വേൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്തപ്പോൾ 3:15 ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലത്ത് മിൽക്കി വേ അത് ഉദിച്ച് വരിക. അതായത് പുലർച്ചെ 3:15. അപ്പോൾ നമ്മളൊരു 2:30-ക്കെങ്കിലും ഇവിടുന്ന് പിന്നെ പുറപ്പെടേണ്ടി വരും, ക്യാമറയൊക്കെ എടുത്തിട്ട് അവിടെ പോയി എല്ലാം സെറ്റാക്കി ഫോട്ടോ എടുക്കാൻ. സോ അധിക നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പകലിൽ ഉറങ്ങുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടിയുണ്ട്. കാരണം 2 മണിക്കൊക്കെ ഇവിടുന്ന് രാത്രി പുറത്തിറങ്ങിയിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അവർക്കും എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ ജോബിനും പ്രശ്നമല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞു നോക്കാം, കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ ഞാൻ സേഫാണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ വൈകുന്നേരം ആവട്ടെ, അതുവരെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാം. മിൽക്കി വേ പോയിട്ട് പൂർണ്ണ ചന്ദ്രൻ ഉണ്ടെങ്കിൽ പോലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും മേഘ നോക്ക്. കണ്ടില്ലേ, മിൽക്കി വേ ആക്ച്വലി പുലർച്ചെ 3:30 ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ, മഴവില്ല് പോലെ ഇവിടെയാണ് അത് ഉദിച്ച് വരിക. പക്ഷേ ഇപ്പോൾ നോക്കുക എങ്ങനെ ഭയങ്കര മേഘം, തിക്കായിട്ടില്ല. ഇത് കണ്ടിട്ട് തോന്നുന്നത് മഴ പെയ്യുമെന്നാണ്. പക്ഷേ ചൂടിനൊന്നും ഒരു കുറവുമില്ല, നല്ല വെയിലുമായിരുന്നു ഉച്ചയ്ക്ക്. ഇപ്പോഴും നല്ല, ഇപ്പോൾ 4 മണിയായപ്പോഴും നന്നായിട്ട് വേർക്കുന്നത്. ഭയങ്കര ഒരു എത്ര ദൂരം വന്നാൽ അറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സംഭവം. ഇത് നമുക്ക് ഒരിക്കലും ഒരു എന്താ ഈ വെതറൊക്കെ നോക്കാൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ക്ലിയർ ഔട്ട് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, അവർക്കൊരു വെബ്സൈറ്റും ഉണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം. നല്ല ആപ്പാണ്. പക്ഷേ അതും ചിലപ്പോൾ എന്താ പറയുക ഫെയിലിയർ ആയിരിക്കും. അതിൽ പറയുന്നതും അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല. ബാക്കിയെല്ലാം പക്കയായിരിക്കും. മിൽക്കി വേ എപ്പോൾ അവിടെ ഉദിച്ചു വരും, ഏത് സമയത്ത് വരും, പിന്നെ ഏത് പൊസിഷനിലാണ് ഉണ്ടാവുക എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും തെറ്റില്ല. പക്ഷേ ഈ സംഭവം വെതർ അതൊരിക്കലും നമുക്ക്, എസ്പെഷ്യലി മേഘം, നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ആപ്പ് ഉണ്ടെങ്കിലും ശരി സാറില്ല. നമുക്ക് എന്തായാലും രാത്രി ഞാനൊന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കും. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവനിങ്ങിലൊക്കെ മേഘം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവേണ്ടതാണ്. ലെറ്റ്സ് സീ, വെയിറ്റ് ചെയ്ത് നോക്കാം. നാടകീയത എന്ന് പറയില്ലേ, ഈ ഒരു സിറ്റുവേഷനെ പറയാൻ ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം 2:30-ക്ക്, അതായത് രാത്രി 2:30-ക്ക് ഞാൻ എണീറ്റിട്ട് ടെൻറ്റിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ നന്നായിട്ട് നക്ഷത്രങ്ങൾ, ഒരുപാട് നക്ഷത്രങ്ങൾ കണ്ടു. സോ ഭയങ്കര എക്സൈറ്റഡ് ആയി. ശരി, ഇന്ന് മിൽക്കി വേൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് കരുതി ഉടനെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത്. അപ്പോൾ വേറെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. ഫോറസ്റ്റ് ഓഫീസിലൊന്നും ലൈറ്റില്ല. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. സോ നമുക്ക് ആ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല. കാരണം പിന്നെ അവിടുന്ന് ദൂരെ നിന്ന് ആൾക്കാർ കാണും. അവർ വിചാരിക്കും ഞാൻ പെർമിഷനൊന്നും വാങ്ങാണ്ട് ട്രക്കിങ്ങിന് പോവുകയാണെന്നുള്ളത്. അപ്പോൾ അത് പ്രോബ്ലം ആവും. സോ ഞാൻ ലൈറ്റൊന്നും ഇടാണ്ട് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറി. പിന്നെ ഇവിടെ എത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ചെറുതായിട്ട് നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മിൽക്കി വേ അല്ല, കാരണം നല്ല ക്ലൗഡാണ്. അങ്ങനെ ഭയങ്കര നിരാശ തോന്നി, ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. ഇത്രയും ദൂരം ഈ ബാഗൊക്കെ ചുമന്ന് വന്നിട്ട് നമ്മൾ പിന്നെ എന്താ, നമുക്ക് വിചാരിച്ച ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ സ്റ്റാർ ട്രെയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, മിൽക്കി വേൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ പെർമിഷൻ വാങ്ങിയിട്ട് ആൾക്കാർ, വേറെ ട്രക്കിങ്ങിന് വന്ന ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അവർ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടത്. സോ അവർ ലൈറ്റ് അടിച്ച് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടൈം ലാപ്സ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
എന്നിട്ട് ഞാൻ ഈ ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടി ലൈറ്റ് വന്നിട്ട്. സോ അവിടെ പോയിരുന്നു. അപ്പം എന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, അതാ കാണുന്ന മിൽക്കി വേ തെളിഞ്ഞിങ്ങനെ കാണുന്നത്. ഇത് ക്യാമറയിലല്ല, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ്. ഉടനെ തന്നെ വന്നിട്ട് ഇവിടുന്ന് ടൈം ലാപ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മിൽക്കി വേൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോ. സത്യം പറയാലോ, പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെ ഒരു മിൽക്കി വേൻ്റെ ഫോട്ടോ ഇവിടെ കിട്ടുന്നുള്ളതെന്ന്. നിങ്ങളാ കാണുന്നില്ല ആ ഫോട്ടോയിൽ മേലെ ആകാശത്ത് നല്ല യെല്ലോ കളർ, ഒരു ഗോൾഡൻ കളറിൽ തിളങ്ങി ഇങ്ങനെ കാണുന്നത്, അതാണ് നമ്മുടെ ഈ ആകാശഗംഗ, ക്ഷീരപഥം എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രയും ദൂരം വന്നത്. സോ ഇപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ മിൽക്കി വേ അവിടെ നിന്ന് ഇങ്ങനെ മറഞ്ഞു പോകുന്നത്, അതായത് എർത്ത് ഇങ്ങനെ നമ്മളെ ഭൂമി റൊട്ടേറ്റ് ആകുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്ന ഒരു ടൈം ലാപ്സ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസും ടൈം ലാപ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രാത്രി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ടോർച്ചൊന്നും അടിച്ചിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന പാർട്ടും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ടെൻറ്റിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലം വരെ വരുന്നത് ഒക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലൈറ്റൊക്കെ അടിച്ചിട്ട് അത്രയും നേരത്തെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രക്കിങ്ങിന് വന്നിട്ടുള്ള മറ്റുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർ വിചാരിക്കും ഞാൻ ട്രക്കിങ്ങിന് പോവുകയാണെന്ന്. സോ അവരെന്ത് ചെയ്യും, അവരും പെർമിഷൻ വാങ്ങാണ്ട് എൻ്റെ പുറകെ വരും. എനിക്കത് വലിയ പ്രോബ്ലമായി മാറും. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഞാൻ ആരും കാണാണ്ട്, പക്ഷേ ഞാൻ പറയാം ഇത് ഇല്ലീഗലല്ല. കാരണം ഞാൻ ആ ട്രക്കിങ്ങിന് പോകുന്നില്ല, ക്യാമ്പിംഗ് സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ക്യാമ്പ് സൈറ്റ് എത്ര ദൂരമാണെന്നുള്ളത്. അങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ രാത്രി അത്ര ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതുണ്ടല്ലോ, ഡിജി ഓസ്മോ പോക്കറ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടി ക്യാമറ, അതാണ്. ഇത് രാത്രിയിലൊന്നും അത്ര ഇരുട്ടത്ത് അത്ര നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ടാണ് ആ പ്രോസസ്സൊന്നും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതൊന്നും റെക്കോർഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഫോട്ടോ വൈസ് പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ കുമാരപർവ്വത ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് മിൽക്കി വേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് മിൽക്കി വേ. അത് എത്ര നോക്കി നിന്ന് കഴിഞ്ഞാലും, നമ്മളെ രാത്രി നോക്കാൻ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നേരം പോകുന്നറിയില്ല, നമുക്ക് മടുക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്താ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര ഗ്രഹങ്ങൾ, എത്ര നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു പുക പോലെ നല്ല തിളങ്ങി കാണുന്നത്. അപ്പോൾ നല്ല ആകാശമൊക്കെ കാണാൻ, നക്ഷത്രങ്ങളെയൊക്കെ വീക്ഷിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് തന്നെ ഓരോ കഥ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ എത്രത്തോളം വലിയ പ്രപഞ്ചത്തിൽ എത്ര ചെറുതാണ് നമ്മളെന്നുള്ളത്. സോ ഇങ്ങനത്തെയൊക്കെ ഫോട്ടോ എടുത്ത് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ നിങ്ങളോട് പറയാൻ, ചില ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. സത്യമായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ എടുത്ത ഫോട്ടോ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്ത എന്താ കാരണം, ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡൊക്കെ വന്ന് നിറഞ്ഞ് ആകപ്പാടെ ഒരു മുൻപ് പറഞ്ഞ ആ വാക്ക് തന്നെ ഡ്രാമാറ്റിക് ആയിരുന്നു സംഭവം. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എവിടെയാണ് മിൽക്കി വരുന്നുണ്ടോ കാണുന്നുണ്ടോ ഒന്നും അറിയില്ല. ആകെ ഒരു തിരക്ക് പിടിച്ചതായിരുന്നു. അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അതിന് കണ്ടുള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആ സെറ്റിങ്സൊക്കെ നമ്മൾ ക്യാമറയിൽ മാറ്റുന്നുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ചിലർക്ക് ഫോട്ടോഗ്രാഫി ആ ഫോട്ടോസ് കാണാനും ഇഷ്ടമുണ്ടാവും. പക്ഷേ ആ ക്യാമറേൻ്റെ സെറ്റിങ്സ് പറയുന്നത് അപ്പച്ചർ ഇങ്ങനെ മാറ്റുന്നു, ഷട്ടർ സ്പീഡ് ഇങ്ങനെ മാറ്റുന്നു, അവിടെ ഫോക്കസ് ചെയ്യുന്നു, ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ചിലർ എൻജോയ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയ ബ്ലോഗ്, എനിക്ക് എഴുതാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസിൻ്റെ സെറ്റിങ്സ് എന്താണ്, ആ ഫോട്ടോസും പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോസ് എടുത്തത് എങ്ങനെയാണെന്നുള്ളത് വളരെ വിശദീകരിച്ച്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്തത്, ഏത് ട്രൈപോഡാണ് യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ
എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ DSLR ക്യാമറ കയ്യിലുള്ളവർ ഇതുവരെ അങ്ങനത്തെ ഫോട്ടോ എടുത്ത് ട്രൈ ചെയ്തില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. എനിക്കും അത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്, ഒരു എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. സോ അതിൻ്റെ ലിങ്ക് ഗൂഗിളിൻ്റെ ബ്ലോഗ് ഉണ്ടല്ലോ, .blog, അതിൽ ഫ്രീ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഞാനിങ്ങനെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ അതിൻ്റെ ക്യാമറ, അതായത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാനതിൽ ബ്ലോഗായിട്ട് എഴുതാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഗൂഗിളിൽ നിങ്ങൾ ജിമെയിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ആ ബ്ലോഗിൻ്റെ ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ, ഒരു ട്രാവൽ ബ്ലോഗ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ അതിൻ്റെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നുള്ളത്. ഇതിൻ്റെ ബാഗ് കണ്ടില്ലേ, അവിടെ ഉണ്ട്. സോ ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോഴുണ്ടല്ലോ, ഇതൊരു ദൈവത്തറയാണ്. ഒരു ചെറിയ അമ്പലം പോലെ കല്ലുകൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കി കെട്ടിയിട്ട് ഉള്ളതാണ്. അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴുണ്ടല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോ വിഷ്വലിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താണ് ആദ്യമായിട്ട് മനസ്സിൽ തോന്നുക? എനിക്കിങ്ങോട്ടേക്ക് വന്നപ്പോഴെന്താ തോന്നിയോ, ഈ കല്ലിൻ്റെ ചുറ്റും ഒരുപാട് പാമ്പുകളുള്ള പോലെയാണ് തോന്നുന്നത്. കാരണം ഇതൊരു ദൈവത്തറയാണ്, ഒരു സർപ്പക്കാവ് എന്നൊക്കെ പറയില്ല, അതേ സർപ്പക്കാവല്ല, ഈ മലേൻ്റെ മുകളിൽ ഉള്ളൊരു സംഭവമാണ്. സോ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം അവിടെ. എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ നല്ല ഇരുട്ടുമാണ്. സോ നമ്മളെന്താ പറഞ്ഞു തന്നെ, ബ്ലോഗിൻ്റെ കാര്യം. ഈ ബാഗിൽ ഞാൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവരാറ്, ഈ പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ ഒക്കെ ഞാൻ ബ്ലോഗിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോട്ടോസ് ചെക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID ഷാജഹാൻ.photo എന്നാണ്. പിന്നെ ഈ ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റിയിൽ കാണാൻ 500 പിക്സൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന മൊബൈലോ DSLR എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, കുറച്ചുകൂടി ഒരു ഫോട്ടോഗ്രാഫീനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 500 പിക്സൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ഫ്രീ ആണ്. അതിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഒരുപാട് എക്സ്പോഷർ കിട്ടും. വേറെയും ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങളെ ഫോട്ടോസ് കാണും, അവർ കമൻറ്റ് പറയും, കുറേ പേര് നിങ്ങളെ ഫോളോ ചെയ്യും. സോ അങ്ങനെ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും. നിങ്ങളിനി മൊബൈലാണ് എന്ത് തന്നെ ആയാലും, നിങ്ങൾ ഫോട്ടോഗ്രാഫീന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. സോ എൻ്റെ അക്കൗണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, എന്നെങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.